കെ പി ഉമ്മർ എന്നെ അവാർഡ് വീരൻ എന്ന് പറഞ്ഞതായിട്ടൊരു കഥയുണ്ട്. നാടകമെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ ഗ്രീൻ റൂമിൽ കയറി ചെന്നു. അത് ചെന്ന് നോക്കിയപ്പോൾ മേക്കപ്പൊക്കെ അഴിച്ചിട്ട് പയ്യൻ അവിടെ ഇരിക്കും. അതായിരുന്നു കെ പി ഉമ്മർ. പ്രിയ എന്ന് പറയുന്ന സിനിമയുടെ കാര്യമാണ്. രാധാകൃഷ്ണൻ്റെ മിക്കവാറും എല്ലാ കഥകളും ഞാൻ വായിച്ചിട്ടുള്ളതാണ്. പക്ഷേ എന്തോ ഈ തേവിടിച്ചി എന്ന് പറയുന്ന ഈ കഥ വായിച്ചായിട്ട് ഓർമ്മ വന്നില്ല. നേരെ ഉത്പൽ ദത്തിന് ഫോൺ ചെയ്തു. അങ്ങനെ എൻ്റെ കൂടെ സാത്ത് ഹിന്ദുസ്ഥാനിൽ അഭിനയിച്ച മനുഷ്യനാണ്. അതിന് മുമ്പ് അറിയാം, നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ഞാൻ പഠിക്കുമ്പോൾ അവിടെ അദ്ദേഹം ഗസ്റ്റ് ലെക്ചറായിട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറേ വർക്ക് ചെയ്ത് ഷൂട്ട് ചെയ്യാനൊക്കെ റെഡിയാക്കി എല്ലാം ശരി പോകുമ്പോൾ ശാരദ വിളിച്ചു, സാർ എനിക്കിപ്പോൾ തെലുങ്കിലും തമിഴിലും ഹിന്ദിയിലും ഒക്കെ ആയിട്ട് തുലാഭാരത്തിൻ്റെ റീമേക്സ് ഉണ്ട്, അതിന് അവർ സൈൻ ചെയ്തു. സാറിൻ്റെ സമയത്ത് ഞാൻ ഫ്രീ ആവോ ഇല്ലേ എന്നെനിക്ക് സംശയമുണ്ട്. ഷീലയും ശാരദയും ജയഭാരതിയും ഒക്കെ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞത് ആരെ വേണമെന്നുള്ള ഞാൻ നിശ്ചയിച്ചോളാം, നിങ്ങൾക്ക് ഒക്കില്ല അല്ലേ? ഓക്കെ. കെ പി ഉമ്മർ എന്നെ അവാർഡ് വീരൻ എന്ന് പറഞ്ഞതായിട്ടൊരു കഥയുണ്ട്. ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. എൻ്റെ അടുത്ത് മുഖത്തോട് മുഖം എടുത്ത് പറഞ്ഞിട്ടില്ല, ചോദിച്ചിട്ടുമില്ല. ഇതാരെങ്കിലും ഉണ്ടാക്കിയ കഥയാണോ എന്ന് പോലും അറിയില്ല. കെ പി ഉമ്മറിന് എനിക്ക് വലിയ സ്നേഹവും ബഹുമാനവും ഒക്കെ ആയിരുന്നു. കാരണം ഞാനിവിടെ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കെ പി ഉമ്മറിനെ ആദ്യം കാണുന്നത്. ഇത് ഭൂമിയാണെന്നാണെന്ന് നാടകത്തിൻ്റെ പേരെന്നാണ് എൻ്റെ ഓർമ്മ. ഇത് ഭൂമിയാണ്. അത് മലയാള സാഹിത്യ പരിഷത്ത് ട്രിവാൻഡ്രത്ത് നടക്കുമ്പോൾ അത് സാൻസ്ക്രിറ്റ് കോളേജിലെ കോമ്പൗണ്ടിൽ വലിയ പുരയൊക്കെ കെട്ടിയിട്ടായിരുന്നു. അന്നവിടെ എല്ലാ നാടകം കാണാൻ ഞാൻ പോകുമായിരുന്നു. അതിലൊരു നാടകമായിരുന്നു ഈ പറഞ്ഞ നാടകം. ഇത് ഭൂമിയാണ് എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അതിലൊരു ക്യാരക്ടർ ചെയ്യേണ്ട ഒരു മുസ്ലിം ഓൾഡ് മാൻ, വയസ്സായ ഒരു മുസ്ലിമിൻ്റെ ക്യാരക്ടർ, അതെന്നെ വല്ലാതെ അട്രാക്റ്റ് ചെയ്തു. അവസാനം ഇത് കഴിഞ്ഞിട്ട് നാടകമെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ ഗ്രീൻ റൂമിൽ കയറി ചെന്നു. അത് ഇയാളെ കാണാൻ വേണ്ടിയിട്ട് ഈ ഓൾഡ് മാനായിട്ട് അഭിനയിച്ച ആളിനെ അത് ചെന്ന് നോക്കിയപ്പോൾ മേക്കപ്പൊക്കെ അഴിച്ചിട്ട് പയ്യൻ അവിടെ ഇരിക്കും. അതായിരുന്നു കെ പി ഉമ്മർ. അന്ന് കഷ്ടിച്ച് എന്ന് പറഞ്ഞാൽ 20-21 വയസ്സ് വരുള്ളെന്ന് തോന്നുന്നു. അതോ അതിൽ കുറച്ചേ ഉള്ളതെന്ന് അറിയാൻ പാടില്ല. പക്ഷേ അഭിനയം ഗംഭീരമായിരുന്നു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഈ പയ്യനാണ് ആ റോൾ അഭിനയിച്ചതെന്ന് അറിയുമ്പം. അതിനകത്ത് ഇയാൾ തന്നെ പറയുന്നൊരു 3-4 ലൈൻസ് ഉണ്ട്. അതന്ന് കേട്ടത് ഇന്നും ഞാൻ മറന്നിട്ടില്ല. ഈ അടുത്ത് പറഞ്ഞ് ഉപദേശിക്കുന്ന രൂപത്തിൽ ഈ തലനാരിഴ 7 കയറിയിട്ട് അതുകൊണ്ട് പാലം കെട്ടിയിട്ട് അതിലൂടെ നടക്കണമെന്നല്ലയോ പറയുന്നത്, മരീച്ച് ചെന്നിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചില ലൈൻസ് എല്ലാം ഡയലോഗൊക്കെ അടിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ആരാധന തോന്നിയത്. അത് കഴിഞ്ഞ് വളരെ നാൾ കഴിഞ്ഞതിന് ശേഷമാണ് ഉമ്മറുമായിട്ട് ഒരുമിച്ച് അഭിനയിക്കാനുള്ള അവസരം എനിക്ക് ഉണ്ടായത്. എനിക്ക് വളരെ സന്തോഷമായി. ഉമ്മറിൻ്റെ കൂടെ അഭിനയിക്കുന്നതിനൊരു സുഖമുള്ളത് നമുക്ക് നല്ല ഭക്ഷണം കിട്ടുമെന്നുള്ളതാണ്. അദ്ദേഹം എവിടെ ഇരുന്നാലും എന്ത് ചെയ്തിരുന്നാലും എങ്ങനെയെങ്കിലും എവിടുന്നെങ്കിലും നല്ല ഭക്ഷണം അവിടെ വരുത്തും. അത് ഉമ്മർ മാത്രമല്ല, കൂടെ ഇരിക്കുന്നവർക്കെല്ലാം കൊടുക്കുകയും ചെയ്യും. അത് വളരെ പ്രധാനമാണ്. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞാൽ അത്താഴത്തിന് ഇന്നത് വേണമെന്ന് പറഞ്ഞിട്ടാണ് എണീറ്റ് കൈ കഴുകാൻ പോണത്. അപ്പോൾ ഊണ് കഴിഞ്ഞാൽ സാധാരണ മനുഷ്യർ ഉടനെ തന്നെ ആഹാരത്തിനെക്കുറിച്ച് ആലോചിക്കില്ല. അതല്ല, ഇത് എണീറ്റ് കഴിഞ്ഞാൽ വിളിച്ചു. ഞാൻ കേട്ടിട്ടുണ്ട് ബിച്ചാമി എന്നായിട്ട് ഭാര്യയെ വിളിക്കുന്നത്. ബിച്ചാമി, രാത്രിയിൽ ആട്ടിൻ്റെ തല വേണം കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് കൈ കഴുകാൻ പോണത്. അത്ര ഭക്ഷണത്തിനെ കുറിച്ച് അത്ര എന്തെന്ന് പറഞ്ഞാൽ ചിന്തയുള്ള ആളാണ്. നല്ല മനുഷ്യനാണ്. അവാർഡ് വീരൻ അല്ല, എനിക്കങ്ങനെ വലിയ കണ്ടമാനം അവാർഡൊന്നും കിട്ടിയിട്ടില്ല. ഈ അവാർഡ് വീരനെന്ന് ഉമ്മർ പറഞ്ഞു എന്ന് ആരോഗ്യ പറഞ്ഞ് കേൾക്കുന്ന ഇപ്പോൾ കേൾക്കുന്നു. പക്ഷെ ഞാനത് കേട്ടിട്ടുമില്ല. പക്ഷെ ഇപ്പോൾ അദ്ദേഹം ഇല്ല. ഒരു വലിയ തീരാനഷ്ടം പറഞ്ഞാൽ ഒരുപാട് നഷ്ട കേസുകൾ പറയേണ്ടി വരും. ഉമ്മറിനെ ഏതായാലും ഓർമ്മിക്കാനൊരു അവസരം കിട്ടിയതിൽ വളരെ സന്തോഷം. ധാരാളം പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ചില പടങ്ങൾക്ക് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും എല്ലാവരും വലിയ ഉത്കണ്ഠയോടെ ചോദിക്കുന്നത് പ്രിയ എന്ന് പറയുന്ന സിനിമയുടെ കാര്യമാണ്.
എന്നെ സംബന്ധിച്ചിടത്തോളം അതും ഒരു ജീവിതത്തിലെ ഒരു വലിയ വഴിത്തിരിവായിരുന്നു. കെ എ അബ്ബാസിൻ്റെ സാത്ത് ഹിന്ദുസ്ഥാനിയുടെ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ഞാൻ ബോംബെയിൽ നിന്ന് തിരുവനന്തപുരത്തോട്ട് വരുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ എൻ്റെ പുറകെ ഇരിപ്പുണ്ടായിരുന്നു. നല്ല കാലത്തിന് എൻ്റെ അടുത്ത് അവിടെ സീറ്റ് ഒഴിഞ്ഞു കിടക്കുമായിരുന്നു. അയാൾ അവിടെ നിന്ന് ആ സീറ്റിൽ നിന്ന് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അയാളുടെ സീറ്റിൽ നിന്ന് എണീറ്റ് വന്ന് എൻ്റെ ഒഴിഞ്ഞു കിടക്കുന്ന സീറ്റിൽ വന്നിരുന്നു. സ്വയം പരിചയപ്പെടുത്തി, ഞാൻ NP അബുവാണ്, ബോംബെയിൽ ഹോട്ടൽ നടത്തുന്നു, ഒരു ബോംബെ ബേസ്ഡായിട്ടൊരു പഠനം എടുത്താൽ എന്താണ്, അപ്പോൾ നല്ല കാര്യമാണ്, ആരെങ്കിലും ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടോ എന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചു. പറഞ്ഞു ഉണ്ട്, നമുക്ക് ആൾക്കാരുണ്ട്, ഞാനുമുണ്ട്, പിന്നെ എൻ്റെ ഫ്രണ്ടുണ്ട് NP അലി, അദ്ദേഹത്തിനും പടം എടുക്കണ ചാൻസ് ഉണ്ട്, ഞങ്ങൾക്കത് ബോംബെ ബേസ്ഡ് ആണെങ്കിൽ വളരെ സന്തോഷമുള്ള കാര്യമായിരുന്നു. നമ്മൾ ശരി, നമുക്കൊരു കഥ വല്ലതും ഉണ്ടെന്ന് അന്വേഷിച്ചിട്ട് ആരെങ്കിലും നല്ല ഡയറക്ടറെയൊക്കെ വിളിച്ചിട്ട്, ഡയറക്ടറെ വിളിക്കൊന്നും വേണ്ട, സാധനം ചെയ്താൽ മതി. ഞാൻ പറഞ്ഞു ഞാൻ ഡയറക്റ്റ് ചെയ്തിട്ടില്ലല്ലോ. അതൊക്കെ സാറ് വിചാരിച്ച ഡയറക്ഷനൊക്കെ നടക്കും, ഇത്രയും 19 പടത്തിൽ അഭിനയിച്ചില്ലേ, അപ്പോൾ ഒരു പടം ഡയറക്റ്റ് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ അതല്ല, വേറെ ആര് ചെയ്യുന്നതിനേക്കാൾ സാറ് ചെയ്താലാണ് നന്നായിരിക്കുന്നത്. എൻ്റെ മനസ്സിലിതുണ്ടായിരുന്നു, ഞാൻ തന്നെ ചെയ്യണം എന്നല്ലെങ്കിൽ നാളെ ഞാൻ ഡയറക്റ്റ് ചെയ്യും എന്നെനിക്കറിയായിരുന്നു. ഞാനൊന്നും പറഞ്ഞില്ല, ഞാൻ ശരി നോക്കാം എന്ന് പറഞ്ഞ് ശരി നമുക്ക് കാര്യമായിട്ട് എടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഫ്ലൈറ്റിൽ ലാൻഡ് ചെയ്തിട്ട് കോണ്ടാക്ട് ചെയ്തോളാന്നുകൊണ്ട് അദ്ദേഹം അങ്ങ് പോയി. ഒരു നിമിത്തം എന്നൊക്കെ പറയണ കേട്ടോ. ഇപ്പം ഞാനിവിടെ വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു കാർഡിൽ ഒരു നല്ല കഥയുണ്ട്, സി രാധാകൃഷ്ണൻ്റെ തേവിടിച്ചി, സാറൊന്ന് വായിച്ചു നോക്കണം, സിനിമ എടുക്കാൻ നല്ലതാണ്. ഞാൻ എഴുത്തിട്ട് ധാരാളം വരും, ഈ കഥയൊക്കെ റെക്കമെൻഡ് ചെയ്തുകൊണ്ട്. അപ്പോൾ എനിക്കത് പറഞ്ഞിട്ടുണ്ട്, അതിങ്ങനെ ബോംബെയിലെ ബേസായിട്ടുള്ള കഥയാണ്. ഞാൻ ചേട്ടാ ഈ ബോംബെയിലെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കഥ അന്വേഷിച്ച് പോകാൻ തയ്യാറാകുന്ന എനിക്കിനി എൻ്റെ മുമ്പേ ഒരു കാർഡിലെ ഒരു കഥ വരികയാണ്, അതും സി രാധാകൃഷ്ണൻ്റെ. മോശമാവില്ലെന്ന് എനിക്കറിയാം. രാധാകൃഷ്ണൻ്റെ മിക്കവാറും എല്ലാ കഥകളും ഞാൻ വായിച്ചിട്ടുള്ളതാണ്. പക്ഷേ എന്തോ ഈ തേവിടിച്ചി എന്ന് പറയുന്ന ഈ കഥ വായിച്ചായിട്ട് ഓർമ്മ വന്നില്ല. ഞാനപ്പോൾ തന്നെ NBSൽ ആളെ അയച്ചിട്ട് ഈ ബുക്ക് വാങ്ങിച്ച് വായിച്ച് നോക്കിയപ്പം പറ്റിയ കഥ. എന്നിട്ട് അവരെ അറിയിച്ചു, എന്താ വെരി ഹാപ്പി, കഥയെല്ലാം കേട്ട് കഴിഞ്ഞപ്പം ഇതെടുക്കാവുന്നതായി. ഞാൻ അവിടെ ഇരുന്ന് പലയിടത്തും ഡിസ്കസ് ചെയ്തിട്ട് ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതണം. എന്നിട്ട് അവർ ഫിക്സ് ചെയ്തു, ഞാനും സന്തോഷമായിട്ട് തന്നെ ഇതിൽ വർക്ക് ചെയ്യാമെന്ന് ഉറപ്പിച്ചു. അപ്പോൾ ഇതെഴുതാൻ അന്ന് സി രാധാകൃഷ്ണൻ ഡൽഹിയിലാണ്, അതിൽ പത്രത്തിലോ വേറെ എന്തോ വർക്ക് ചെയ്യാൻ അവിടെ. ഞാൻ ഡൽഹിയിൽ പോയി. അവിടെ ഞാൻ രാധാകൃഷ്ണൻ്റെ അവിടെ പോയി ഡിസ്കസ് ചെയ്ത് രാധാകൃഷ്ണൻ്റെ കൂടെ ഏതാണ്ട് ഒരാഴ്ചയോളം താമസിച്ച്, ഞാൻ രാധാകൃഷ്ണൻ്റെ കൂടെ താമസിച്ച് ഞാൻ കേരള ഹൗസിലായിരുന്നു. എന്നും അവിടെ പോയിട്ട് സംസാരിച്ച് അതിൻ്റെ ഒരു സ്ക്രിപ്റ്റിൻ്റെ ഒരു ചെറിയ രൂപം ഇട്ടുണ്ട്. അങ്ങനെയാണ് എൻ്റെ സ്ക്രിപ്റ്റ് റെഡിയായത്. പിന്നെ ഇവിടെ വന്ന് ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ സംസാരിച്ച് വന്നപ്പോൾ അന്ന് മലയാളത്തിൽ ആ കഥാപാത്രം ചെയ്യാന്നുള്ളത് ഈ മെയിനായിട്ടുള്ളൊരു സ്ത്രീയുടെ കഥയാണ്. ആ കഥാപാത്രം ചെയ്യാൻ അന്നുണ്ടായിരുന്നത് പലരും ഉണ്ടെങ്കിലും നമ്മുടെ അന്നുണ്ടായിരുന്നത് ശാരദയായിരുന്നു. അപ്പോൾ ഈ 2 ദിവസം കഴിഞ്ഞപ്പോൾ ശാരദയും ഞാനുമായിട്ടുള്ളൊരു പടത്തിൻ്റെ ഷൂട്ടിങ്ങാണ്. അപ്പോൾ ശാരദയോട് പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ട്, ഞാനൊരു പടം ഡയറക്റ്റ് ചെയ്യാൻ പോകണം, കഥയൊക്കെ. ഞാൻ കഥ പറഞ്ഞു അവരെടുത്തു. അയ്യോ സാർ എനിക്കത് അഭിനയിക്കാം, ഞാൻ തന്നെ അഭിനയിക്കാം സാർ. അഭിനയിച്ചുള്ളൂ, ഞാൻ അതാണ് കഥ പറഞ്ഞത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറേ വർക്ക് ചെയ്ത് ഷൂട്ട് ചെയ്യാനൊക്കെ റെഡിയാക്കി എല്ലാം ശരി പറഞ്ഞപ്പോൾ ശാരദ വിളിച്ചു, സാർ എനിക്കിപ്പോൾ ഇത് തെലുങ്കിലും തമിഴിലും ഹിന്ദിയിലും ഒക്കെ ആയിട്ട് ജെമിനിക്കാർ പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മുടെ തുലാഭാരത്തിൻ്റെ റീമേക്സ് ഉണ്ട്, അതിന് അവർ സൈൻ ചെയ്തു. ഇപ്പോൾ സാറിൻ്റെ സമയത്ത് ഞാൻ ഫ്രീ ആവുമോ ഇല്ലേ എന്നെനിക്ക് സംശയമുണ്ട്, അതുകൊണ്ട് ക്ഷമിക്കണം സാറ്. വേറെ ഇപ്പോൾ ഷീലയും ശാരദയും ജയഭാരതിയും ഒക്കെ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞത് ആരെ വേണമെന്നുള്ള ഞാൻ നിശ്ചയിച്ചോളാം, നിങ്ങൾക്ക് ഒക്കില്ല അല്ലേ, ഓക്കെ. ഇങ്ങനെ സൈൻ ചെയ്ത് പോയെങ്കിൽ അതിൽ നിന്ന് വിട്ടുവരാനൊക്കില്ല, എനിക്കിതിന് വേണ്ടി കാത്തിരിക്കാനൊക്കില്ല. അപ്പോൾ ഞാനിരുന്ന് ആലോചിച്ചപ്പോൾ ആരെങ്കിലും പുതിയ ഒരാളായിരിക്കും നല്ലത്. ആലോചിച്ചിട്ടും ആ പർട്ടിക്കുലർ ക്യാരക്ടർ അഭിനയിക്കാൻ
ആരും എൻ്റെ മുമ്പ് വന്നില്ല. അപ്പോൾ ഞാൻ ഓർത്തു കൽക്കട്ടയിൽ പോയിട്ട് നോക്കാം, അവിടെ ബംഗാളി ആർട്ടിസ്റ്റ് ആരെങ്കിലും ഇതിന് പറ്റിയതായിരിക്കും. ഞാൻ നേരെ ഉത്പൽ ദത്തിന് ഫോൺ ചെയ്തു. അങ്ങനെ എൻ്റെ കൂടെ സാത്ത് ഹിന്ദുസ്ഥാനിൽ അഭിനയിച്ച മനുഷ്യനാണ്. അതിന് മുമ്പും അറിയാം. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ഞാൻ പഠിക്കുമ്പോൾ അവിടെ അദ്ദേഹം ഗസ്റ്റ് ലെക്ചറായിട്ട് വന്നിട്ടുണ്ട്. വലിയ നാടക പ്രവർത്തകനാണ് കാലിക്കട്ടയിലെ. സിനിമ നടനാണ്. എല്ലാവർക്കും അറിയാം അദ്ദേഹത്തെ. ഞാൻ അദ്ദേഹത്തിനെ ടെലിഫോൺ ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ വരണുണ്ട്, ഇതാണ് ഉദ്ദേശം. അവിടെ പോയി അതൊരു വലിയ വഴിത്തിരിവായിരുന്നു. അവിടെ ചെന്ന് വൈകിട്ട് അദ്ദേഹം പുറത്തിറങ്ങി നടക്കാനൊക്കെ ഉള്ള റോഡ്. അപ്പോൾ എനിക്ക് കൽക്കട്ടയെല്ലാം ഒന്ന് കാണുന്നുണ്ടായിരുന്നു. വൈകിട്ട് ഇങ്ങനെ ഇറങ്ങി സിറ്റിയിൽ ഇങ്ങനെ നടക്കുമ്പോൾ ആരാണ് എൻ്റെ തോളി തട്ടി സാറിനെ വിളിച്ചു. തിരിഞ്ഞു നോക്കിയപ്പോൾ പരിചയമുള്ള മുഖമാണ്, എവിടെയോ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്നെ പരിചയപ്പെടുത്തി. സാർ, എൻ്റെ പേര് TB മാധവൻ എന്നാണ്. ഞാനിവിടെ പബ്ലിസിറ്റിയുടെ ഏതോ കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്. എന്താ ഇവിടെ വന്ന്? അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് സംഭവം. അപ്പോൾ എന്താ നമുക്ക് വേണ്ടത് ചെയ്യാം. അപ്പോൾ എവിടെയാണ് താമസിക്കുന്നത്? ഞാൻ പറഞ്ഞു ഇങ്ങനെ ഉത്പുലത്തിൻ്റെ കൂടെ. പക്ഷേ ഇവിടെ എല്ലാവരും അവിടെ താമസിക്കുന്നത് ശരി, പക്ഷേ മലയാളികൾ വിസിറ്റേഴ്സ് ഇങ്ങനെ വരികയും പോവുകയൊക്കെ ചെയ്തവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. എനിക്കൊരു താമസ സ്ഥലം വേണം. അത് നല്ല കാലത്തിന് ഇദ്ദേഹത്തിൻ്റെ തന്നെ ഒരു സുഹൃത്ത്, അയാൾ അവധിക്ക് വീട്ടിൽ പോകുമ്പോൾ താക്കോലികളെ കൊടുത്തിട്ട് പോയി അയാളുടെ വീട്ടിൻ്റെ. അപ്പോൾ അവിടെ താമസിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് താമസം മാറ്റി അവിടെ ചെന്നപ്പോൾ അവിടെ മലയാളി അസോസിയേഷൻ്റെ ഒക്കെ ചീഫായിട്ടുള്ളൊരു കാരണവരുണ്ട്, മേനോൻ. അപ്പോൾ മാധവൻ ഒരു ദിവസം വന്ന് പറഞ്ഞു, നമുക്ക് ഇങ്ങനെ ഇവിടുത്തെ മലയാളി അസോസിയേഷൻ്റെ ഒക്കെ ചീഫായിട്ടൊരാളുണ്ട്, അവിടെ ഒന്ന് പോകാം. അല്ല അവിടെ ഇങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ, മധു വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഇവിടെ എല്ലാവരെയും വിളിച്ചിട്ടൊന്ന് കൂടണം എന്നൊരാഗ്രഹമുണ്ട്. ഇന്ന് നാളെ ആയാലെന്ത്? ഞാൻ പറഞ്ഞു ശരിയാകാം. അങ്ങനെ ഞാൻ അവിടെ പോയി. അവിടെ പോയപ്പോൾ രസം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു പരിചയക്കാരനാണ് സൗമിത്ര ചാറ്റർജി. ചാറ്റർജി കേട്ടിരിക്കല്ലോ, ഇപ്പോൾ ഇല്ല അദ്ദേഹം. അന്ന് ബംഗാളിയിലെ ഏറ്റവും വലിയ നടനാണ്. വലിയ നടന്മാരുടെ കൂട്ടത്തിൽ നമ്പർ 1 തന്നെയാണ്. ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ടാണ് ഈ നമ്മുടെ ഹോസ്റ്റിൻ്റെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്ഷിപ്പ് വെച്ചിട്ട് അങ്ങനെ ക്ഷണിച്ചിരുന്നു സൗമിത്ര ചാറ്റർജി. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ സൗമിത്ര ചാറ്റർജിയും വന്ന് എന്നെ പരിചയപ്പെടുത്തി എന്താണ് കാര്യം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ്, ക്യാൻ യു ഹെൽപ്പ് മീ, ആരെങ്കിലും ഒന്ന് സജസ്റ്റ് ചെയ്യാമോ, ആരെങ്കിലും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് ചോദിച്ചപ്പോൾ ഈ പറഞ്ഞ സംഗതിക്ക് പറ്റിയ ഒരു ആളുണ്ട്, ഞാൻ ടെലിഫോൺ ചെയ്യാമെന്ന് പറഞ്ഞു. അവിടുന്ന് തന്നെ ടെലിഫോൺ ചെയ്തിട്ട് എനിക്ക് ഒരു മീറ്റിംഗ് ഇൻ്റർവ്യൂ പോലെ സംതിങ് ഫിക്സ് ചെയ്തു. അപ്പോൾ അവിടെ ഞാൻ TB മാധവനും കൂടെയാണ് പോയത്. ഞാൻ അവരോട് സംസാരിച്ചവർ എഗ്രി ചെയ്തു. എല്ലാവർക്കും എഗ്രി ചെയ്ത് അവർക്ക് സന്തോഷമായി. അവരാണ് ലില്ലി ചക്രവർത്തി. അങ്ങനെയാണ് ലില്ലി ചക്രവർത്തിയെ ക്ഷണിക്കുന്നതും അവർ സ്വീകരിക്കുന്നതും അഭിനയിക്കാനായിട്ട് അവർ മദ്രാസിൽ വരുന്നത്. അപ്പോൾ ഇത് ഓരോന്ന് നോക്കുമ്പോൾ എല്ലാം നിമിത്തങ്ങളാണ്, ഒന്നും പ്ലാൻ ചെയ്തതല്ല. ഒരു വന്ന് കയറുന്നത് പോലെ വന്ന് കയറിയിട്ടുള്ള ഓരോ സംഗതികളാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഈ ഷൂട്ടിങ് തുടങ്ങി പടം തീർത്തു. അപ്പോൾ ഒരു വലിയൊരു പ്രശ്നം വന്ന് എന്താണെന്ന് പറഞ്ഞാൽ, ഈ നോവലിൻ്റെ പേര് തേവടിശി എന്നാണ്. അപ്പോൾ സിനിമ കാണാൻ അധികം പോണത് പിള്ളേരാണ്. സ്കൂളിൽ പോണ പിള്ളേരും കോളേജിൽ പോണ പിള്ളേരും ആണും പെണ്ണും അല്ലാതെ ചെറുപ്പക്കാരും ഒക്കെ ഉണ്ടല്ലോ. ഇത് പേരൻസിൻ്റെ അടുത്ത്, അച്ഛൻ്റെ അടുത്ത് കാശും വാങ്ങിച്ച് സിനിമ കാണാൻ പോകണം. അച്ഛൻ എനിക്ക് തേവടിശി കാണാൻ പോകാം, കാശ് വേണമെന്ന് അങ്ങനെ ചോദിക്കും. അതാണ് ആദ്യം മനസ്സിൽ തോന്നിയത്. അത് കാരണം ഇതിൻ്റെ ഈ ഹീറോയിൻ്റെ 2 പേരാണ് അവർക്കുള്ളത്. ഒന്ന് നാട്ടിലുള്ളപ്പോൾ പാവം ഒരു നാട്ടിൻപുറത്തുകാരി പെണ്ണ്, പിന്നെ ബോംബെ പോയി കഴിഞ്ഞിട്ട് ഈ റെഡ് സ്ട്രീറ്റിൽ അകപ്പെട്ട് പോയ സ്ത്രീ, അവർക്ക് വേറൊരു പേര്. അപ്പോൾ അതിന് പ്രിയ അന്ന് പേരിട്ടിട്ട് പടത്തിന് പ്രിയ ഇട്ടു. അങ്ങനെ ഇട്ടു. അങ്ങനെയാണ് ഈ തേവടിശി പ്രിയയായിട്ടും ആയതും. ലില്ലി ചക്രവർത്തിൻ്റെ അഭിനയിക്കാൻ വരാൻ എങ്ങനെ, കാരണം എങ്ങനെ വന്നു പലരും ചോദിച്ചിട്ടുണ്ട്, ഇപ്പോഴും പലർക്കും അറിയില്ല. അതുകൊണ്ടാണ് ഞാനിത് വ്യക്തമാക്കിയത്. പിന്നെ ബാക്കി സാധാരണ ഒരു മദ്രാസിൽ വന്നു, ഞങ്ങൾ പടം പിടിച്ചു, ഫിനിഷ് ചെയ്തു, റിലീസ് ചെയ്തു, തിരക്കേടില്ലാതെ ഓടി കണ്ടവർക്കെല്ലാം നല്ല അഭിപ്രായമായിരുന്നു. ഇതിൽ എല്ലാവരും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനുണ്ട്. അതിലൊരു സീനുണ്ട്, ഒരു റേപ്പ് സീനുണ്ട്.
അതെങ്ങനെ കാണിക്കണം എന്നുള്ളത് ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ കിടക്കുന്ന റൂമിലെ ഒരു ഫാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റവനെ കണ്ണു തുറന്നാൽ കാണുന്നത് എന്നെയാണ്. അതിൻ്റെ ഈ വട്ടത്തിലുള്ള സാധനം നല്ല കണ്ണാടി പോലെ ഇരിക്കും. ഈ താഴെ കിടക്കുന്ന ആളിനെ നേരെ കാണാം. ആ ഫാൻ അഴിച്ചു കൊണ്ടുപോയി സ്റ്റുഡിയോ ഫ്ലോറിൽ സെറ്റിൽ കെട്ടി തൂക്കിയിട്ട് ആ ഫാനിലാണ് റിഫ്ലക്ഷൻ കാണുമ്പോൾ, അതായത് ഒന്നും കാണില്ല എന്നാൽ എല്ലാം കാണുകയും ചെയ്യും. ആ രീതിയിൽ ഫാൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ താഴെ റിഫ്ലക്റ്റ് ചെയ്യത്തേക്കാണ് താഴെ കട്ടിലിൽ ഈ റേപ്പിൻ്റെ സീൻ ഷൂട്ട് ചെയ്തത്. അത് ഇന്നും എല്ലാവർക്കും വലിയ അത്ഭുതമായിട്ട് പറയാനുണ്ട്. ഇതിൻ്റെ മിക്കവാറും വലിയവരും ചെറിയവരുമായിട്ടുള്ള പലരും കോപ്പി അടിച്ചിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഇന്നും അതൊരു സംസാര വിഷയമാണ്. ഇനി കൂടുതലായിട്ട് പറയേണ്ട കാരണം പലരും പടം കണ്ടവരായിരിക്കും, അല്ലെങ്കിൽ കാണാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. പടത്തിൻ്റെ പ്രിൻ്റ് ഇപ്പോൾ കിട്ടുന്നില്ല എന്ന് പറയുന്നു. എനിക്കറിയില്ല, അതിനെക്കുറിച്ച് അറിയില്ല. ഇതാണ് പ്രിയ ജനിച്ചതിൻ്റെ കഥ.